തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. UK വേഴ്സസ് ന്യൂസിലാൻഡ്, ഇതിൽ ഏത് കൺട്രി നമുക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ് എന്നുള്ള കോഴ്സുകൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് ബാക്കിയുള്ള മെയിൻ കണ്ടന്റിലേക്ക് പോവാം. രണ്ട് രാജ്യങ്ങളും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലേ മുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും നമുക്ക് ഈ രണ്ട് കൺട്രിയിലും പഠിക്കുമ്പോൾ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം അവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയാണ്. UK ആണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും അവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വേൾഡ് റെക്കഗ്നൈസ്ഡ് ആണ്. ഇതിൻ്റെ അനുബന്ധമായിട്ടാണ് നമുക്ക് അടുത്തൊരു പോയിന്റ് വരുന്നത്. അത് നമ്മളുടെ സർട്ടിഫിക്കറ്റിൻ്റെ റെക്കഗ്നേഷനാണ്. UK ന്യൂസിലാൻഡിലാണെങ്കിലും നമ്മളവിടെ ഒരു BSc നഴ്സിംഗോ അല്ലെങ്കിൽ ഒരു MSc നഴ്സിംഗോ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേൾഡ് റെക്കഗ്നൈസ്ഡ് ആണ്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, അവിടുത്തെ എക്സ്പീരിയൻസും. നമുക്ക് മറ്റൊരു കൺട്രിയിലേക്ക് മാറണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ USA, കാനഡ, ഓസ്ട്രേലിയ പോലെ ഒരു കൺട്രിയിലേക്ക് മാറണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു രജിസ്ട്രേഷൻ ഒന്നും കൂടാതെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളിൽ നമ്മൾ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് മറ്റു രാജ്യത്തേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇനി ഈ രണ്ട് രാജ്യങ്ങളും ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ തമ്മിൽ നമുക്കൊരു കമ്പാരിസൺ നോക്കാം. ഇതിൽ നമുക്ക് വെറൈറ്റി ഓഫ് കോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc അഡൾട്ട് നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് പുറമെ നമുക്ക് UK ആണെങ്കിൽ അഡൾട്ട് നഴ്സിങ്ങിന് പുറമെ അവിടെ ചൈൽഡിൽ, അതേപോലെ തന്നെ ഡിസബിലിറ്റി നഴ്സിംഗ് എന്ന് തുടങ്ങി വെറൈറ്റി ഓഫ് കോഴ്സസ്, നമ്പർ ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ് UK-യിൽ. വേറാസ് ന്യൂസിലാൻഡിൽ നമുക്ക് കോഴ്സ് അവൈലബിൾ ലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ കാര്യം ഫീസാണ്. ന്യൂസിലാൻഡിലും UK-യിലും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സിമിലർ ആണ് ഫീസ് എങ്കിലും ന്യൂസിലാൻഡ് UK-നെ കമ്പയർ ചെയ്യുമ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. ന്യൂസിലാൻഡിൽ നമുക്ക് IELTS മാൻഡേറ്ററി ആണ്. ഇൻഡിവിജ്വൽ 6.5, ബാൻഡ് സ്കോർ 7. സെയിം ടൈം UK-യിലാണെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻറ്റ് വിത്ത് 75% എബവ് മാർക്കുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ വിത്തൗട്ട് IELTS നമുക്ക് UK-യിൽ അഡ്മിഷൻ കിട്ടാനും അതിനുശേഷം നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷന് പോകാനും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. NMC രജിസ്ട്രേഷൻ ഈസിയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അതുപോലെ അടുത്ത പോയിന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ന്യൂസിലാൻഡിലും UK-യിലും BSc നഴ്സുമാരുടെ റിക്വയർമെൻറ്റ് വളരെ ഹൈ ആണ്. പക്ഷേ നമ്മൾ UK-നെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലാൻഡിൽ റിക്വയർമെൻറ്റ്സ് വളരെ കൂടുതലാണ്. രജിസ്റ്റേർഡ് നഴ്സസിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലും ഹയറിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഈസി ആയിട്ട് നടക്കുന്നത് UK-യിലാണ്. ന്യൂസിലാൻഡിൽ റിക്വയർമെൻ്റ് ഉണ്ട്, പക്ഷേ കുറേ കൂടി ഈസിയർ പ്രോസസ്സിങ് എപ്പോഴും UK തന്നെയാണ്. അടുത്തൊരു പോയിന്റ്, നമുക്ക് ഈ കോഴ്സ് കംപ്ലീഷന് ശേഷം നമുക്കൊരു PR എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മളോട്ടൊരു വർക്ക് കിട്ടി അതിനുശേഷം നമ്മളൊരു പെർമനൻറ്റ് റെസിഡൻസിലോട്ട് പോകുമ്പോൾ ന്യൂസിലാൻഡാണ് നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK-യിൽ നമുക്ക് PR കിട്ടണമെങ്കിൽ 5 years ഓഫ് വർക്ക് വിസയിൽ നമ്മൾ നിൽക്കണം, അത് മാൻഡേറ്ററി ആണ്. സെയിം ടൈം ന്യൂസിലാൻഡിലാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 2 yearsനുള്ളിൽ നമുക്ക് PR-ലോട്ട് പോകാൻ, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 6 monthsനുള്ളിൽ തന്നെ നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ന്യൂസിലാൻഡിലുണ്ട്. കാരണം അവിടെ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റഡ് സ്കിൽഡ് പ്രൊഫഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ കാറ്റഗറിയിൽ പെട്ടവർക്ക് പെട്ടെന്ന് തന്നെ PR കിട്ടാനുള്ള ഓപ്ഷൻ ന്യൂസിലാൻഡിൽ അവൈലബിൾ ആണ്. അടുത്തൊരു കാര്യം കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. കമ്പയർഡ് ടു UK, ന്യൂസിലാൻഡ് കുറേ കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണ് ലിവിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യത്തിൽ. എക്സ്പെൻസസും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മോർഗേജ് കാര്യങ്ങൾ, വാട്ടർ ഇലക്ട്രിസിറ്റി കാര്യങ്ങളും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലാൻഡ് UK-നേക്കാളും കുറേ കൂടി അഫോർഡബിൾ ആണ്. അടുത്തൊരു കാര്യം കൾച്ചറൽ എക്സ്പോഷർ ആണ്. ന്യൂസിലാൻഡും UK-യും കമ്പയർ ചെയ്യുമ്പോൾ
ന്യൂസിലൻഡിൽ കൂടുതലും അവിടുത്തെ ഒറിജിനൽ ഉള്ള ആൾക്കാരാണ് കൂടുതലും. നമ്മളുടെ നാട്ടിൽ നിന്ന് പോയി അവിടെ സെറ്റിലായ ആളുകളെ UK കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ ഒറിജിൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ കൾച്ചർ കുറവുള്ളൊരു സ്ഥലം ഓപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ന്യൂസിലൻഡ് ചൂസ് ചെയ്യാം. അതല്ല, കുറേ കൂടി നമ്മുടെ ഇന്ത്യൻ മെജോറിറ്റി, മലയാളി മെജോറിറ്റി ഒക്കെ കൂടുതൽ നോക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട രാജ്യം UK ആണ്. കാരണം UK നമ്മളുടേതായ ആളുകൾ ഒരുപാട് കൂടുതലാണ്. അതുമാത്രമല്ല മൾട്ടി കൾച്ചറലാണ്. ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് പല തലമുറകളായിട്ട് സെറ്റിലായിരിക്കുന്ന ഒരു സ്ഥലമാണ് UK. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് UKയും ഓപ്റ്റ് ചെയ്യാം. ഇനി ഒരു പ്രധാന ക്രൈറ്റീരിയ നമ്മളുടെ ഈസ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. നമ്മൾ ഒരു സ്റ്റുഡൻറ് വിസ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം എപ്പോഴും UK തന്നെയാണ്. കാരണം UK നമ്മളുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ ന്യൂസിലൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഏകദേശം ന്യൂസിലൻഡിൽ കാണിക്കുന്നതിൻ്റെ ഏകദേശം പകുതിയിൽ ഒരു കുറച്ച് കൂടുതൽ എമൗണ്ട് മാത്രമേ UK നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് മാത്രമല്ല UK നമ്മൾ ഓപ്റ്റ് ചെയ്ത് നമ്മൾ UK പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കേണ്ട വരാറില്ല. നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഇത് സേവിങ്സ് ആയിട്ടോ FD ആയിട്ടോ കാണിക്കേണ്ട ആവശ്യമേ വരുള്ളൂ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ ലെറ്റർ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമേ വരാറുള്ളൂ. അതേ സമയത്ത് ന്യൂസിലൻഡാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഇൻകം എവിടെ നിന്ന് കിട്ടിയെന്നും അതിൻ്റെ ടാക്സ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പോൾ കുറേയും കൂടി ഈസി ആയിട്ട് നമുക്ക് ലിവിങ് എക്സ്പെൻസ് കാണിക്കാൻ പറ്റിയൊരു രാജ്യം UK ആണ്. അടുത്തൊരു കാര്യമാണ് നമ്മളുടെ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം. UK കുറെ കൂടി ഫ്ലെക്സിബിൾ ആണ് ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പല യൂണിവേഴ്സിറ്റീസും 50% ടോട്ടൽ ട്യൂഷൻ ഫീസിൻ്റെ 50% ആണ് നമ്മളുടെ എൻറോൾമെൻറ്റിന് മുമ്പ് ചോദിക്കാറ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവർക്കൊരു $14,000-15,000 പൗണ്ടാണ് അവരുടെ ടോട്ടൽ ഒരു ഇയറിലെ ട്യൂഷൻ ഫീസ് വരുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ UK ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയായ ഏകദേശം 8,000-10,000 പൗണ്ടിൻ്റെ ഉള്ളിൽ അടച്ചാൽ മതി. ബാക്കിയുള്ള ഫീസ് അവിടെ ചെന്നതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം അടച്ചു പോയാൽ മതി. സെയിം ടൈം ന്യൂസിലൻഡിൽ BSc നഴ്സിംഗ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മളുടെ വിസയുടെ സമയത്ത് അല്ലെങ്കിൽ വിസയ്ക്ക് ശേഷം അവർ ടോട്ടൽ 1 ഇയറിൽ ട്യൂഷൻ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ പൊതുവെ എൻറോൾമെൻറ്റിന് അവർ സമ്മതിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലിവിങ്, അത് മാത്രമല്ല ചിലപ്പോൾ വിസ അടിച്ചതിന് ശേഷം ചില പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കാണിച്ചിരിക്കുന്ന ലിവിങ് എക്സ്പെൻസ് കൂടെ ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കണ്ടീഷനും കൂടെ വെക്കാറുണ്ട്. അപ്പോൾ ടോട്ടൽ 1 ഇയറിലെ ട്യൂഷൻ ഫീസും പ്ലസ് നമ്മുടെ 1 ഇയർ ലിവിങ് എക്സ്പെൻസും കൂടെ ചേർത്തിട്ട് അത് വളരെ വലിയൊരു എമൗണ്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലും UK ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. ഫീ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ പെർ ഇയറുള്ള ട്യൂഷൻ ഫീസും ന്യൂസിലാൻഡാണ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിട്ട് നിൽക്കുന്നത്. UK ഏകദേശം ഒരു 15 lakhs തൊട്ട് 20 lakhs-നുള്ളിലാണ് പെർ ഇയർ ഫീസ് വരുന്നതെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൽ അത് ഏകദേശം 22 lakhs to 27 lakhs ഒക്കെ പെർ ഇയർ ട്യൂഷൻ ഫീസ് വരാറുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി UK ആണ് മോർ അഫോർഡബിൾ. ഇനി ഈ ടോട്ടൽ വീഡിയോയുടെ കമ്പാരിസൺ നിങ്ങൾ തന്നെ കാണുക. നിങ്ങൾക്ക് ഇനി ഇതിലെന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിച്ചു വെക്കുക. ഞങ്ങളുടെ ഒരു സജഷനിൽ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകാൻ പറ്റിയ ഒരു രാജ്യം എന്നുള്ളത് UK ആണ്. കാരണം അഫോർഡബിലിറ്റിയും അതേപോലെ നമ്മളുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുന്നതിൻ്റെ കാര്യത്തിലും അതേപോലെ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലും കുറേ കൂടി സിമ്പിൾ UK ആണ്. ഇനി നിങ്ങൾക്ക് ഫീസ് ഈസിലി അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്നൊരു PR ആണ് പഠിത്തം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു PR ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു എന്ന് തോന്നുന്നു. ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലാരിഫൈ ചെയ്തു എന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ കൺസിഡറിങ് സബ്സ്ക്രൈബിങ് അവർ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.